ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് ഒരു പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധാരണ ഇപ്പോൾ ശരിവെക്കുന്ന വിധത്തിലാണ് പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇയാൾക്കെതിരെ പരാതി വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഇയാൾക്കെതിരെ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന പരാതി എന്ന് പറയുന്നത്, ഇപ്പോൾ അയാളെ ജാമ്യാപേക്ഷ നാളെ വാദം കേൾക്കാനിരിക്കുകയാണ്. ഇയാൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് ഭാഷ്യം. പോലീസ് ഇയാളെ അങ്ങ് തിരഞ്ഞ് നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഇവിടെ പ്രത്യേകം സ്ക്വാഡിനെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കേരള പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വയ്യാത്ത കഴിവുകേടൊന്നും ഉള്ളതായിട്ട് എനിക്ക് വിശ്വാസമില്ലത്. അതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിയും പൂച്ചയും കൂടെ കളിക്കത്തില്ലയോ, എലിയെ കളിപ്പിക്കുന്ന പറഞ്ഞാൽ എലിയെ പൂച്ച കളിപ്പിക്കും, പിടിച്ചിട്ട് കുടഞ്ഞിട്ട് കടിക്കും, വീണ്ടും കടിക്കും. ആ രീതിയിൽ ഉള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ആണ് എനിക്ക് ഇത് തോന്നുന്നത്. അത് ആ സംശയമാണ് എനിക്കുള്ളത്. കാരണം ഇതിപ്പോൾ CPM-ന് ഇത് വീണ് കിട്ടിയ ഒരവസരമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിക്കൊടുത്തത്. അതവർക്ക് കഴിയുന്നിടത്തോളം എൻകാഷ് ചെയ്യണം. ആ ക്യാഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ CPM-ൻ്റെ 2 പ്രമുഖ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത് സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ തലയൂരണം, ആ ആക്ഷേപത്തിൽ നിന്ന് തലയൂരണം, ഒന്ന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഇയാളെ ഇനി പിടിച്ചു കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ, ഇയാളെ കോടതി കൊണ്ടുപോയാലാക്കും, കോടതി റിമാൻഡ് ചെയ്യും, അകത്ത് പോയി കാര്യം തീർന്നു. അപ്പോൾ പിന്നെ ഇതിന് വലിയ ന്യൂസ് വാല്യൂ ഇല്ല. അതോടുകൂടി ഇവർക്ക് ഈ സ്വർണ്ണക്കൊള്ള വിവാദം വീണ്ടും കൊഴുകും. അപ്പോൾ അത് ഇവർക്ക് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇതിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനോടൊപ്പം ഇനിയിപ്പോൾ വന്നേക്കുന്ന പുതിയ ഒരു പരാതി അയാൾക്കെതിരെ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അത് ആ പെൺകുട്ടി പറയുന്നത് അതിനകത്ത്, അതായത് KPCCക്കാണ് പരാതി കൊടുത്തത്. ആ പരാതി കിട്ടിയ ഉടനെ അവരത് പരിശോധിച്ചു, ചർച്ച ചെയ്തു. എന്നിട്ട് അവർ ഇമ്മീഡിയറ്റ്ലി അത് അവിടെ വെച്ചുകൊണ്ടിരിക്കാതെ അത് DGPക്ക് കൈമാറി പരാതി. ആ പെൺകുട്ടിയുടെ പരാതി ബാംഗ്ലൂർ സ്വദേശിനിയായ ഒരു 23-കാരിയാണ് അപ്പോൾ ആ പരാതി കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഒരു പറയുന്ന അതിൻ്റെ വെർഷൻ എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയായിട്ട് ഇയാൾ സൗഹൃദത്തിലാകുന്നു, പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെ വിവാഹാലോചനയുമായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ സമീപിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ആദ്യം തന്നെ ഇയാൾ രാഷ്ട്രീയക്കാരൻ വേണ്ട എന്നുള്ള ഒരു നിലപാടെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി അവരോധിക്കപ്പെട്ടവനെ, ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അത് സമ്മതം മൂളി ആ രീതി വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ ഇതുപോലെ വളരെ പരിചയം നടിച്ചിട്ട് ആ പെൺകുട്ടിയോടും ഇയാൾ നേരത്തെ ഉള്ള കേസിൽ പറഞ്ഞ പോലെ സമാനമായിട്ടുള്ള ഒരു വർത്തമാനം, അതായത് ഒരു കുഞ്ഞിനെ ആവശ്യമുണ്ട് ഇയാൾക്ക്. ഈ പെൺപിള്ളേരുടെ അടുത്തെല്ലാം പറയുന്ന ഒരു മാർഗം, ചിലർ ഈ പെൺപിള്ളേരെ ഇതുപോലെ കറക്കിയെടുക്കാൻ പറയുന്ന ഒരു വർത്തമാനം ഇതായിരിക്കാം. ഇത് എങ്ങനെ ഇതിലേക്ക് ഇറങ്ങി വീഴുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങനെ വീഴുന്നവരും കാണുമായിരിക്കും. ഏതായാലും അന്നേരം ആത്മാർത്ഥതയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഇതേപോലുള്ള വർത്തമാനം പറയുന്നത്. ഇതിൻ്റെ അടുത്തും പറഞ്ഞെന്നാ പറഞ്ഞേക്കുന്നത്. അത് പരാതിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിനെ കൊണ്ടുപോയി ഒരു വീട്ടിൽ, ഒരു ഹോം സ്റ്റേ പോലുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് ഇയാളുടെ കൂട്ടുകാരൻ്റെ, ഇയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണത്. ഇയാളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് അത് അവിടെ വളരെ സേഫാണ്, ഇവർക്ക് ആരും പുറത്തൊന്നും അറിയത്തില്ല, അല്ലാതെ വേറെ എങ്ങും ഇയാൾക്ക് പോകാനും പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെ വിശ്വസിപ്പിച്ചു. ഏതായാലും അതിനെ വളരെ ബലമായിട്ട് തന്നെ പീഡിപ്പിച്ചു എന്നാണ് അത് പറയുന്നത്. പീഡിപ്പിച്ചത് മാത്രമല്ല, അതിന് ശാരീരികമായിട്ട് ഒരുപാട് ക്ഷതങ്ങൾ ഏറ്റു. അത്ര വയലൻ്റായിട്ടുള്ളൊരു ബിഹേവിയർ ആയിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്ന് ആ പെൺകുട്ടിയുടെ ഈ വർത്തമാനത്തിൽ നിന്ന് കാണുന്നു. ഏതായാലും ആ പെൺകുട്ടി അതിൽ പറഞ്ഞേക്കുന്നതനുസരിച്ച് തന്നെ അത് ക്രൈംബ്രാഞ്ചിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ പേര് വെളിവാക്കാൻ മാർഗമില്ല, എൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കിക്കൊണ്ട് എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തില്ല.
അയാളുടെ കുറച്ച് ഈ മെസ്സേജുകളും ഒക്കെ ഈ പെൺകുട്ടിയും ഇതുപോലുള്ള മെസ്സേജുകളൊക്കെ ഹാജരാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് അതിൻ്റെ മാർഗ്ഗമില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അതായത് ഈ വളരെ വലിയ സൈബർ അറ്റാക്കാണ് ഈ പരാതിക്കാർ നേരിടുന്നത്. റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു ഒരു സിനിമാ താരം, അത് ആ പെൺകുട്ടിയാണല്ലോ ആദ്യം ഇയാൾക്കെതിരെ പരാതിയായിട്ട് പുറത്തോട്ട് വരുന്നത്, വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് പറയുന്നത് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു, എൻ്റെ അടുത്ത് ഇതുപോലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ ആദ്യം വിവാഹമായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നു. ഇതൊക്കെ ആയി കഴിഞ്ഞുകൊണ്ട് എനിക്കിത് ഇയാൾക്ക് സെക്സാണ് ഇയാൾക്ക് ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതിൽ നിന്ന് ഊരി എൻ്റെ പാട്ടിന് പോയി. അതാണ്, ആ രീതിയിലാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നത് പറയുന്നു. ഇതേപോലെ ഇനി എത്ര പെൺകുട്ടികൾ വരും? ഇനി അതല്ലെങ്കിൽ എത്ര പെൺകുട്ടികളെ കൊണ്ടുവരാൻ പറ്റും ഇയാൾക്കെതിരെ? അതുപോലും നമ്മൾ ചിന്തിക്കണം. കാരണം ഇത് ഫെനീൻ ഐനാൻ എന്ന് പറയുന്ന ഇയാളുടെ ഒരു സുഹൃത്ത്, അയാൾ അടൂർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഒരു വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അയാളാണ് ഈ പെൺകുട്ടിയെ കാറിനകത്ത് നിന്ന് ഇതിനെ കൂട്ടുപോയി അവിടെ കൊണ്ടാക്കിയതെന്നാണ് ഇത് പറയുന്നത്. ഫെനീൻ ഐനാൻ. ഈ ഫെനീൻ ഐനാൻ ഇപ്പോൾ അയാൾ ടി വി വന്നിട്ട് അയാൾ വളരെ വികാരാധീനനായിട്ട് പറയുന്നത് കേട്ടു, ഇത് പച്ചക്കള്ളമാണ്, എനിക്കിങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയത്തില്ല, ഇങ്ങനൊരു സംഭവം എനിക്കറിയത്തില്ല, എനിക്കിതിൻ്റെ പരിചയമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, ആളിനെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അയാളറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അയാൾ തീർത്ത് പറയുന്നത്. ആ രീതിയിലും പറയുന്നുണ്ട്. ഇനി ഇത് ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് ഈ പരാതി ഇങ്ങനെ വെറുതെ ഒരു പരാതി ഒരാളുടെ പേരിൽ അങ്ങ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ പരാതിക്ക് ഉപോത്ബലകമായ എന്തെങ്കിലും തെളിവുകൾ വേണം. ചിലപ്പോൾ അതതിൻ്റെ കാണുമെന്ന് പറയുന്നത് ആണ്ട് ഇതേപോലെ മെസ്സേജുകൾ അയച്ചേക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗം ഇതിൽ ടി വിയിലൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ബാക്കി വേറെ കാണുമായിരിക്കും, എവിഡൻസ് കാണുമായിരിക്കും. കാരണം ഇതൊന്നും മനസ്സിലാക്കണം, ഇയാൾ എന്താണ് ഈ പെൺകുട്ടികൾ ഇയാളിലെ ഇങ്ങനെ ഇയാൾക്ക് ഇതുപോലുള്ള കാര്യത്തിന് മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർഡം അയാൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അയാൾ വളരെ മിടുക്കനാണെന്നും വളരെ കഴിവുള്ളവനാണെന്നും ഒക്കെ പറഞ്ഞു. അയാളുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എടോ വിജയൻ എന്ന് വിളിച്ചതാണ് അയാളുടെ കഴിവെങ്കിൽ അതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ കരുതണം. നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ആ രീതിയിൽ എന്തായാലും ആ മുഖ്യമന്ത്രിയെ ഈ രീതിയിൽ പേര് വിളിച്ച് ആക്ഷേപിക്കുക ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുള്ള പ്രായവും പക്വതയും പോലും അയക്കില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഈ രീതിയിൽ പെരുമാറിയത്. പിന്നെ ഇതുപോലെ ഈ സൈബർ അറ്റാക്ക്, ഈ പരാതിക്കാരികളെന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നമാണ് പറയുന്നത്. അവരുടെ പ്രശ്നം പറയുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുക, അവരെക്കുറിച്ച് അനാവശ്യം പറയുക, അവരെ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുക, അവരെ വീണ്ടും മാനഭംഗപ്പെടുത്തുക. അതാണല്ലോ അവരൊരു ബലാത്സംഗത്തെക്കുറിച്ചോ പീഡനത്തെക്കുറിച്ചോ പറയുമ്പോൾ വീണ്ടും അവരെ ഇതേപോലെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാനസികമായിട്ട് വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഇപ്പോൾ നേരത്തെ ഉള്ള ആദ്യത്തെ പരാതിക്കാരി ആ പെൺകുട്ടിയുടെ ഇപ്പോഴും എനിക്കതിൻ്റെ പേരും ഐഡൻറ്റിറ്റി എനിക്കറിഞ്ഞൂടാ. അതിനെ ഇതേപോലെ പറഞ്ഞ് ആക്ഷേപിച്ചവരൊക്കെ പലരും ഇപ്പം ജയിലിൽ കിടക്കുന്നുണ്ട്. അത് കൂടാതെ ഏതാണ്ട് ഒരുപാട് 10-16 പേരുടെ പേര് കേസും എടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളൊരു വൃത്തികെട്ടവനാണ്, ഈ വൃത്തികെട്ടവനാണെന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. എത്രയോ ശരിയാണെന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ. ഇത്രയും പെൺകുട്ടികൾ പുറത്തോട്ട് വരുന്നില്ല. ഇപ്പം 2 പേരായില്ലേ, നേരത്തെ 2 അല്ല 3 പേര്, ആൻ ജോർജ് ഉൾപ്പെടെ 3 പേരായില്ലേ പരാതി കൊണ്ടുവന്നേക്കുന്നത്. ഇതുപോലെ പരാതി പറയാൻ ആളുകൾ ഇയാൾക്കെതിരെ ഉള്ളപ്പോൾ പിന്നെ ഒരു വൃത്തികെട്ടവനായതുകൊണ്ടല്ലേ ഇയാളെ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ? സാധാരണഗതിയിൽ ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയത്തില്ല. പറയാതിരിക്കുക എന്ന് പറഞ്ഞത് അവർക്കൊരു നിവൃത്തി ഇല്ലാതാവുമ്പോഴാണ് അവരിത് പുറത്ത് പറയുള്ളൂ. കാരണം അവർക്ക് ഇതുപോലെ അറ്റാക്ക് ഭയന്നാണ്, സമൂഹത്തിൻ്റെ ആരോപണങ്ങൾ ഇവർ മേളിലുണ്ടാകുന്നത് ഭയന്നാണ് അവരത് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പറയുന്ന വാക്കുകളെ വിശ്വസിക്കണം, അതിന് മുഖവിലേക്ക് എടുക്കണം എന്നുള്ളത് സുപ്രീം കോടതി വരെ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ അതേപോലെ അത്രത്തോളം കള്ളമായിട്ട് അവരെ പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കണം, അങ്ങനെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നല്ലതായിട്ട് അത് പറഞ്ഞപ്പോൾ
ഇയാളെക്കുറിച്ച് ഞാൻ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു, അയാൾ വൃത്തികെട്ടവനെന്നുള്ളതിന് എനിക്കെന്തോ തെളിവ്? എനിക്ക് ഇതേറെ തെളിവ് ഈ കാണുന്നതാണ് തെളിവ്, വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും തെറി പറയാനായിട്ട് ഈ ഇതുപോലെ ഇയാളുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. രാഹുൽ ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞാണ് എത്രയോ പേര് അതിനകത്ത് അയച്ചിട്ടുള്ളത്, ഞാൻ കണ്ടു ആ കമൻറ്റുകളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട്. രാഹുൽ ദ ഗ്രേറ്റ് എന്നെ മോശമായിട്ട് പറയും ഇത് പറഞ്ഞാൽ. ആ രീതിയിലൊന്നും പറഞ്ഞാലൊന്നും എന്നെ ഒന്നും അമർത്താൻ പറ്റത്തില്ല. ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൃത്തികേട് കാണിക്കുന്നവന്മാരുടെ കാര്യം വൃത്തികേടാണെന്ന് ഞാൻ പറയും. പിന്നെ ഇത് നമ്മുടെ ഗവൺമെൻറ് കാണിച്ചാൽ അതാൻ പറയും. ഏത് പാർട്ടിക്കാരായാലും വൃത്തികേട് ആണെങ്കിൽ വൃത്തികേടെന്ന് പറയും. ഏതായാലും KPCC ഇന്ന് ഇപ്പോൾ കാണിച്ച അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പം മാതൃകാപരമാണ്. കാരണം ഇയാളെ ചുമന്നു നടക്കുന്നു, ഇയാളെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും അവരൊന്നും ചെയ്യുന്നൊന്നുമല്ല. ഇയാൾ ഒളിവിൽ പോയി, അതിനുള്ള കഴിവ് അയാൾക്കുണ്ട്, അയാളത് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു, അയക്കാനുള്ള സമയം കിട്ടുകയും ചെയ്തു, അതാണ് കാര്യം. ഏതായാലും അയാൾ ഒളിവിലാണ്. KPCC ഏതായാലും ഈ പരാതി അങ്ങോട്ട് പോലീസിന് കൊടുത്തു. അവർ കോൺഗ്രസ് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാർട്ടി അന്വേഷിക്കും, ഞങ്ങളുടെ പാർട്ടിയുടെ കോടതി അത് തീരുമാനിക്കും, ഞങ്ങളുടെ പോലീസ് അത് അന്വേഷിക്കും. ഇതൊന്നും കോൺഗ്രസ് പറഞ്ഞില്ല. ഇത് കിട്ടിയപ്പോൾ പരാതി അവർ നല്ല രീതിയിൽ എടുത്ത് കൊടുത്തു. അങ്ങനെ വേണം ചെയ്യാൻ. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ആ രീതി വേണം ചെയ്യാൻ. അത് ഒരു നല്ല ഒരു ഗുഡ് ഗെസ്റ്റർ എന്ന് നമുക്ക് പറയാം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അവർ ഇതുപോലൊരു കാര്യം ചെയ്യണം. ഇതിന് ചെയ്യുന്നത് ഇങ്ങനെ ഒരുത്തന്നെ ചുവന്നുകൊണ്ട് നടന്നപ്പം ഈ ചുവന്നുകൊണ്ട് നടക്കുന്നവന്മാർ ആലോചിക്കണമായിരുന്നു, ആരും ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പെണ്ണുങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. ഒരു വുമണൈസർ എന്ന് പേര് കിട്ടത്തക്കവണ്ണം ഉള്ള പെരുമാറ്റമുള്ള ഒരുത്തനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. അപ്പം എല്ലാവരും അറിയണമെന്നില്ല. ഇപ്പം ഇത് നമ്മുടെ VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ മുരളീധരനോ ഇത് സണ്ണി ജോസഫിനോ ഇതൊന്നും അവർക്കൊന്നും അറിയണമെന്നില്ല, അല്ലെ സുധാകരനോ, ഇതൊന്നും അവർക്കൊന്നും അറിയണമെന്നില്ല. അറിഞ്ഞു വരുമ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോകുന്ന അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ എങ്ങനെ കൊണ്ടു നടക്കാൻ നോക്കും? അതിനെക്കുറിച്ച് ഗാഢമായി ആലോചിക്കണം.